ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ മൈലേജ് ടെസ്റ്റാണ്. ഈ പോകുന്ന MTയുടെ മൈലേജ് ടെസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് എന്തായാലും പെട്രോൾ നല്ല കുറവാണ്. പെട്രോൾ നല്ല കുറവാണ്. അപ്പം മിസ്സിങ് അടിക്കുന്നുണ്ട്. എന്നിട്ട് കൊടുത്ത് ഇപ്പം ഈ വണ്ടിയുടെ മുതലാളി ഓണർ അവിടെ പുറത്തേക്ക് ഒരു 500 മീറ്റർ അപ്പുറത്തേക്കുക, മനസ്സിലായില്ലേ? അപ്പം ഓണർ പുറത്തേക്കുക. അപ്പം വണ്ടി അവിടം വരെ എത്തിച്ചിട്ട് പിന്നെ അതുകൊണ്ട് ഞാൻ ആ വണ്ടി എടുക്കും, പുള്ളിക്കാരൻ എൻ്റെ ഡൊമിനാർ എടുക്കും. അങ്ങനെ ഞങ്ങൾ പോകാനുള്ള പ്ലാൻ. അപ്പം മാഫി അങ്ങനെയാണ് പ്ലാൻ. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് പോയിട്ട് മൈലേജിൻ്റെ എത്ര ഉണ്ട് അതൊക്കെ പറഞ്ഞിട്ട് തരാം. എത്രയാണ് വണ്ടിയുടെ മൈലേജ് എന്താണ് എന്നൊക്കെ എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് തരാം. അപ്പം അതാണ്. പിന്നെ നമ്മുടെ ഈ വണ്ടിക്ക് എന്താ പറയുന്നത്, മറന്നില്ല. ഈ വണ്ടിക്ക് ഓയിൽ പ്രഷർ ലോ എന്ന് പറഞ്ഞൊരു സെൻസറിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്. സെൻസറാണോ അതിന് ഓയിൽ പ്രഷർ ലോ ആണോ എന്നറിയാൻ പോയാൽ അതിൻ്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അതല്ലാതെ ABS ചില സമയത്ത് വർക്ക് ആവുന്നില്ല. അപ്പോൾ ഇത് രണ്ട് ശരിക്കും നമ്മൾ റേസ് ഡൈനാമിക്സും പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയിട്ട് ബാക്കി സെറ്റ് ചെയ്യാം. ഓക്കെ ഇതാ നിൽക്കുന്നു. പ്രശാന്തോ വരുന്നു. അവിടെ നിർത്ത്. അപ്പോൾ ഹലോ ഗൈസ്, നമ്മളിപ്പം വണ്ടി മാറിയിട്ടുണ്ട്. വണ്ടിക്കകത്ത് എങ്ങനെയാണ് വ്യൂ കിട്ടുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എൻ്റെ ക്യാമറ അഡ്ജസ്റ്റ് ആണോ അല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഇപ്പം തന്നെ ഈ വണ്ടി ട്രിപ്പ് Fൽ 109 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഇപ്പോൾ ഉടനെ നിൽക്കും. എത്ര കിലോമീറ്റർ കൂടെ ഓടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മിസ്സിങ് ഇന്നലെ രാത്രി ഞാൻ ഓട്ടിച്ചപ്പോൾ ഉണ്ടായിരുന്നു, ഒന്നും കാണുന്നില്ല. ഞാൻ പിന്നെ ഓട്ടിക്കാം. മിസ്സിങ് അടിക്കണം. ഫസ്റ്റ് തന്നെ മിസ്സിങ് അടിച്ച് മിസ്സിങ് ഉണ്ട്. വണ്ടി എപ്പോഴാണ് നിൽക്കുന്നത് അറിയാൻ പറ്റത്തില്ല. प्रशांत मुझे आगे जाने दो. अगर गाड़ी रुक गया तो कैसे पता चलेंगे? मैं आगे जाऊंगा. വണ്ടി മിസ്സിങ് അടിക്കുന്നുണ്ട്. ഇങ്ങനെ അടിച്ച് മാറി വണ്ടി ഒന്ന് ഓഫാവട്ടെ. ഓഫാകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നോക്കാം എന്തായാലും. പോയി 68. തീർന്നു. അപ്പോൾ ഗായ്സ്, നമ്മുടെ വണ്ടിയുടെ പെട്രോൾ ഇവിടെ തീർന്നിട്ടുണ്ട്. സ്റ്റാർട്ട് ആവുന്നില്ല. ഇവിടെ ഇപ്പോൾ ക്ലച്ച് പിടിച്ച് അടിക്കുവാണെങ്കിൽ പോലും ഇപ്പം സ്റ്റാൻഡ് മാറ്റി ന്യൂട്രലിട്ടിട്ട് വണ്ടി ഇപ്പം ന്യൂട്രലിൽ കിടക്കുക. സ്റ്റാർട്ട് ആവുന്നില്ല. പെട്രോൾ ഫുള്ള് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബാക്കി 2 പേര് വരുന്നുണ്ട്. ഇതാ നമുക്കിനി പെട്രോൾ എത്ര ഉണ്ട് നോക്കാം. ഇതിനകത്ത് വല്ല കാടും ഇല്ലേ? ഒന്നുമില്ല, കുറച്ചുണ്ട്. അത് പറ്റി. അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ പെട്രോൾ തീർന്ന് ഇനിയിപ്പം നമുക്ക് പെട്രോൾ എടുക്കാം. ഒരു മിനിറ്റ്. അപ്പോൾ നമ്മുടെ ഇതാണ് 1 ലിറ്ററിൻ്റെ 2 പെട്രോൾ. ഇത് തിരിച്ചു പോകുമ്പോൾ എടുക്കുക. 1 ലിറ്ററിൻ്റെ പെട്രോളിനകത്താണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് 1 ലിറ്ററിൻ്റെ പെട്രോൾ ഇതിനകത്ത് ഒഴിക്കാം.
ओ फक 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 1 लीटर मिला होगा? ज़्यादा नहीं डाला ना? नहीं 1 लीटर तुझे पता नहीं था कि इसमें ऐसा है, आधा क्यों डालना था? नहीं, मैं सोचा वो नीचे उतर जाएंगे. चलो ठीक है. हाँ സോറി. അപ്പോൾ 1 ലിറ്റർ വേണം, 3/4 ലിറ്റർ കിട്ടും. ഓക്കെ ഗൈസ്, 3/4 ലിറ്റർ എങ്ങനെ പോയാലും കിട്ടും. कर दो. ठीक है. എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പെട്രോൾ പോയി. കുറച്ചാണ് പോയത്. 1 മിനിറ്റ് 1 ലിറ്ററിൻ്റെ ഒരു 50 3/4 ലിറ്റർ എങ്ങനെയാലും കിട്ടി. ഇനി ഇതൊന്ന് നമുക്ക് റീസെറ്റ് ചെയ്യണം. ആവറേജ് 42 കാണിക്കുന്നത്. പ്രശാന്ത് ഒരു മിനിറ്റ്. അപ്പോൾ ഗായ്സ്, ഇതിനകത്ത് 14,635 കിലോമീറ്റർ ഇപ്പോൾ ഓടിയിട്ടുണ്ട്. നമ്മളെന്നിട്ട് ട്രിപ്പ് 2 ഓഡോമീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഫസ്റ്റ് സെൽഫിൽ നിന്ന് സ്റ്റാർട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിന്നതിന് പോവുക. എത്ര കിലോമീറ്റർ ഓടും നോക്കാം. എന്തായാലും ഒരു 1 ലിറ്റർ കറക്റ്റ് കിട്ടിയിട്ടില്ല. അത് ഞാൻ സമ്മതിച്ചായിരുന്നു. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഞാൻ ഒഴിച്ചതിനകത്ത് ആ ബോട്ടിൽ തന്നെ സ്ക്വീസി ബോട്ടിലായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഞെങ്ങിപ്പോവുകയും ചെയ്ത്. അപ്പം നമുക്ക് നോക്കാം എത്ര കിലോമീറ്റർ ഓടുന്നുണ്ട് ഈ വണ്ടി. ഇനി നോക്കാം. പിന്നെ ഈ വണ്ടി 14,000 കിലോമീറ്റർ ഓടി, ഞാൻ പറഞ്ഞില്ലേ, അത് ഓടിയിട്ടുണ്ട്. 4th സർവീസ് കഴിഞ്ഞ വണ്ടിയാണ്, ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ 2024 മോഡൽ MT ആണ്. നമ്മളിപ്പോൾ ഒരു എന്താ പറയുന്നത്, ഒരു നോർമൽ ഡ്രൈവ് ഞാൻ പറയുന്നില്ല. ചെറിയ ട്രാഫിക്കുള്ള സ്ഥലവും പിന്നെ എന്ന് വെച്ചാൽ ഹൈ സ്പീഡും പോവും. ഒരു നോർമൽ യങ് MT ഒക്കെ ഓടിക്കുന്ന പിള്ളേർ എങ്ങനെ ഓടിക്കുന്നത് അതേ കണക്കിന് ഞാൻ ഓടിക്കും. എൻ്റെ നോർമൽ സ്റ്റൈൽ രീതിയിൽ തന്നെ ഞാൻ ഓടിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ മൈലേജ് നോക്കിയൊന്നും മുതലേ റവ് ചെയ്യുന്നതാണ്, ഗിയർ ഡൗൺ ചെയ്യുന്ന എപ്പോഴും അതേ കണക്ക് തന്നെ ഞാൻ ചെയ്യും. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടുന്നത് എത്ര മൈലേജ് കിട്ടുമെന്ന്. എൻ്റെ ഒരു എന്ന് പറഞ്ഞൊരു 40+ എങ്ങനെ പോലും കിട്ടണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമുണ്ട്. കിട്ടണം. എന്നിട്ട് പകുതി പോയി ഒരു 5 കൂട്ടിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. 5+5 മൈലേജും കൂടെ കിട്ടും. ആ പകുതി കൂടെ കയറിയാൽ. അപ്പോൾ എന്തായാലും നോക്കാം എത്ര മൈലേജ് കിട്ടുന്നുണ്ടെന്ന്. ഇതിപ്പം ഗായ്സ് ഒരു ഹൈവേ പോലത്തെ ഒരു സ്ഥലമാണ്. നമ്മൾ ഹൈവേ പോലത്തെ സ്ഥലത്തൂടെ നമ്മളിങ്ങനെ ലൈക്ക് പ്രോപ്പർ ഇത് ഹൈവേ ആണ്. ഒരു വണ്ടി അധികം കാണത്തില്ല. ഇത് ഹൈവേ ആണ് നമ്മൾ ആദ്യം കയറുന്നത്. ഇത് ഇച്ചിരി ലോങ് ഹൈവേ ആണ്. നമ്മൾ ഇതിലേ കൂടെ തന്നെയാണ് നമുക്ക് റഷിലോട്ടും പോകാനുള്ള പ്ലാൻ. അപ്പം എത്ര മൈലേജിനകത്ത് ഈ റഷും ഹൈവേക്കകത്ത് കിട്ടുമെന്ന് ഒരു പിടിയുമില്ല. ലൈക്ക് പ്രോപ്പർ ഒരു എൻ്റെ ഒരു എന്നൊക്കെ വെച്ചൊരു 40% 50% ഹൈവേ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഹൈവേയിൽ നമ്മളൊരു 80 ക്രൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു 80 അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു 100 പ്ലാൻ ചെയ്ത് പോകാൻ വേണമെങ്കിൽ ലൈക്ക് ഒരു 7000 RPM അകത്ത് കൊണ്ട് വെക്കണം. നമുക്ക് വണ്ടിക്ക് നല്ലൊരു മൈലേജ് ഇത് തരും. അതെനിക്കറിയാം. എനിക്കറിയാം ലൈക്ക് ഇങ്ങനത്തെ റോഡ് കിട്ടുമ്പോൾ ഇങ്ങനത്തെ 80 ആയിരിക്കത്തില്ല എന്തായാലും പോകുന്നത്. ഒരു 85 എന്നല്ല, നമ്മളെന്തായാലും ഒരു മൈലേജ് ടെസ്റ്റിൻ്റെ ഒരു കൺസിഡറേഷൻ കൊടുത്തൊരു 80, 85, 90 മാക്സിമം കയറാനുള്ള പ്ലാനിലാണ്. എന്തായാലും എൻ്റെ ഒരു മനസ്സ് പറയുന്നത് നല്ലൊരു റിസൾട്ട് തരണമെന്ന് 1 ലിറ്റർ പെട്രോളിനകത്ത്. പിന്നെ എൻ്റെ ഒരു ഇത് പറയാം, ഞങ്ങൾ ഈ വണ്ടിക്ക് നേപ്പാൾ പോയിട്ടുള്ളതാണ്. ലൈക്ക് നേപ്പാൾ പോയിട്ടുണ്ട്. പിന്നെ ട്രാഫിക്കിലൊക്കെ കൊണ്ടു നടക്കാനാണെങ്കിലും ഐ തിങ്ക് MT is ബെസ്റ്റ്. ലൈക്ക് എൻ്റെ ഡോമിനാർ എടുത്തുകൊണ്ട് നടക്കാൻ എന്ത് പാടാൻ അറിയാം. പക്ഷേ MT അങ്ങനെയല്ല, കുറച്ചും കൂടെ കംഫർട്ടബിളാണ്. ലൈക്ക് എന്താ പറയുന്നത്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും കയറ്റിക്കൊണ്ട് പോകാനുള്ള ഒരു ഇതുണ്ട് MTക്ക്. ലൈക്ക് ഇതിലേക്ക് കൂടെ വേണമെങ്കിലും കയറിക്കൊണ്ട് പോകാം. പിന്നെ നമുക്കിപ്പോൾ ഡോമിനാറിനോട് ക്രൂസ് ചെയ്യണം. ഡോമിനാർ 120 ക്രൂസ് ചെയ്യും. ഒരു 100, 110 ഒക്കെ ഇതും ലൈക്ക് നോർമലി ക്രൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് 110, 120 വരെ മാക്സിമം പോകാം. പ്രശ്നമില്ല, നമുക്ക് പോകാൻ പറ്റും. ഒരു പ്രശ്നമില്ല. അത്ര സ്മൂത്ത് ആൻഡ് ബട്ടർ സ്മൂത്ത് ആയിരിക്കും വണ്ടി. ഇപ്പം 8 നിൽക്കുക 6th ഗിയറിലാണ് നമ്മൾ കൈ കൊടുക്കുവാണെങ്കിൽ വണ്ടി കയറും. നല്ല രീതിയിൽ ക്ലൈം ചെയ്ത് കയറുന്നുണ്ടോ. ആ ഒരു ലാഗ് ഫീലോ അങ്ങനെ നമുക്ക് അധികം ഫീൽ ചെയ്യത്തില്ല.
മറ്റേ ലൈക്ക് എന്താ പറയുന്നത്, നമ്മുടെ ഭയങ്കര ഹൈ റബ്ബിങ് എഞ്ചിൻ പോലെ അങ്ങനെ കുറേ സമയം എടുത്ത് കയറുന്ന ഒരു ഫീല് വരും. പക്ഷെ അത് കേട്ടോണ്ടിരിക്കാനും ഭയങ്കര ഒരു സുഖം, അങ്ങനെ എന്ന് പറഞ്ഞാൽ കയറുന്നൊരു സൗണ്ട് വരും. അത് ഭയങ്കര ഫീലാണ്, എനിക്കങ്ങനെ ഇഷ്ടമാണ്. നിങ്ങൾക്കത് എത്രത്തോളം ഇഷ്ടമാണെന്നോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത് കാണുന്നവരുടെ കണക്കിരിക്കും. അപ്പോൾ എന്തായാലും ഇത്ര നമ്മളിപ്പോൾ ഒരു 7 കിലോമീറ്റർ ഓടി പെട്രോൾ അടിച്ചിട്ട് ഓടിയിട്ട് ഇനി എത്ര കിലോമീറ്ററും കൂടെ ഓടും നമുക്ക് നോക്കാം. സത്യം പറഞ്ഞ ഗൈസ്, ഞാനിങ്ങനെ ഒരു മൈലേജ് ടെസ്റ്റ് ഇതിൻ്റെ എടുക്കണമെന്ന് ഒരു പ്ലാൻ ചെയ്തതല്ല, ഞാനങ്ങ് ചെയ്തതാണ്. ലൈക്ക് എനിക്ക് എന്തായാലും റേസ് ഡൈനാമിക്സിൽ പോകണം. റേസ് ഡൈനാമിക്സിൽ പോകുന്ന റൂട്ട് ഇതല്ല, വേറെ റൂട്ടാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു ഈ റൂട്ടിൽ കൂടെ പോകുന്ന മൈലേജ് ടെസ്റ്റും ആവുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഈ റൂട്ടിൽ കൂടെ പോയി. സത്യം പറഞ്ഞാൽ കുറച്ചും കൂടെ ഈസിയാണ്. നമ്മളിപ്പോൾ ഒരു 25 കിലോമീറ്റർ എക്സ്ട്രാ കറങ്ങുന്ന രീതിയിൽ നമ്മൾ എടുക്കുന്ന ഒരു റൂട്ടായത്. അപ്പോൾ എന്തായാലും എത്ര വരെ പോകും നമുക്കറിയാം. എന്തായാലും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ഇന്നത്തെ എനിക്ക് പെട്രോൾ പോയപ്പോൾ എനിക്ക് ഇച്ചിരി എന്തോ പോലെ തോന്നി. പെട്രോൾ പോകണ്ടായിരുന്നു, അത്രയും കുറച്ച് ലൂസായി. 1 ലിറ്റർ കറക്റ്റ് എനിക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റിയില്ല, അങ്ങനെ ഒരു ഫീല് വരുന്നുണ്ട്. പക്ഷെ എന്നാലും നോക്കാം, ആ കളഞ്ഞ പെട്രോളും പോട്ടെ. എന്നാലും MT എത്ര വരെ നമുക്ക് മൈലേജ് തരും നമുക്കറിയാമല്ലോ. ഒരു എത്ര മൈലേജ് MT എന്നാലും തരാൻ പറ്റും, MTയെ കൊണ്ട് പറ്റും എന്ന് നമുക്കറിയാമല്ലോ. എന്തായാലും നോക്കട്ടെ, നമുക്ക് നോക്കാം. 1 ലിറ്ററിനകത്ത് ഒരു 3/4 ലിറ്റർ നമ്മൾ കൂട്ടുന്നുള്ളൂ. 3/4 ലിറ്റർ പെട്രോളിനകത്ത് ലൈക്ക് 45 ലിറ്റർ എന്ന് പറയാൻ പറ്റുന്നില്ല. ml 750 കാൽക്കുലേഷൻ തെറ്റാണ്. എത്ര നോക്കട്ടെ, എന്നാലും നമുക്ക് നോക്കാം. അതിന് കുറച്ച് പോയിട്ടുണ്ട്. എൻ്റെ സ്പീഡ് കിട്ടുമല്ലോ അത് കിട്ടിയില്ല. അടിപൊളി ഒരു ട്രാഫിക്കിലൂടെ ചെന്ന് കയറുന്നു നമ്മൾ. ബാക്കി വലിയ ട്രാഫിക്കില്ലാത്തതുകൊണ്ട് പോകണം. ഈ ട്രാഫിക്കിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കയറി പോയാൽ വണ്ടിയായിട്ട്. അതാണ് ഈ വണ്ടിയുടെ ഒരു ഗുണം. സിക്സാഗ് ആയിട്ട് ഇങ്ങനെ കയറിപ്പോകാൻ ഈ വണ്ടി കഴിഞ്ഞിട്ടുള്ളൂ, വേറെ വണ്ടി. നമ്മൾ കുറച്ച് നേരം ഹൈവേ ഓടി, കുറച്ച് ട്രാഫിക് കയറുന്നുണ്ട്. നമ്മൾ എല്ലാം ടെസ്റ്റ് ചെയ്താൽ പോകുന്നത്, ട്രാഫിക്കും ഹൈവേയും എല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. നല്ലൊരു മൈലേജ് കിട്ടണം എന്ന് എൻ്റെ മനസ്സ് പറയും. നല്ല മൈലേജ് കിട്ടിയാൽ ഇറ്റ്സ് ഗുഡ്. എത്ര കിട്ടുമെന്ന് ഇപ്പം ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. 40+ കിട്ടണമെന്നൊരു ആഗ്രഹമുണ്ട്. ഗായ്സ്, വണ്ടി ചെറുതായിട്ട് മിസ്സിങ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മിസ്സിങ് അടിക്കാൻ തുടങ്ങി. ഞാൻ അധികം ഇത് കൊടുക്കുന്നില്ല. എന്താ പറ്റുന്നത്, പെട്ടെന്ന് മിസ്സിങ് അടിച്ചു. ഫസ്റ്റ് മിസ്സിങ് അടിച്ചു, പിന്നെ കയറി. എന്താ വണ്ടിക്ക് മിസ്സിങ് അടിച്ച് വണ്ടി നിന്നിട്ട് പിന്നെന്താ പെട്ടെന്ന് പെട്രോൾ എവിടുന്ന് വന്നു, ഇത് എവിടുന്ന് വന്നതെന്ന് അറിയാൻ വയ്യ. അതെന്താ അറിയാൻ വയ്യ. എന്തായാലും നോക്കട്ടെ, കുറച്ചും കൂടെ എത്ര ഓടുമെന്ന് അറിയാൻ വയ്യ. ഞാൻ വണ്ടി നിന്ന് മൈലേജ് ടെസ്റ്റ് അവിടെ തീർന്നു എന്നൊരു വിചാരിച്ചായിരുന്നു. പക്ഷേ അല്ല. ये वाला ही चलेंगे। हाँ, मुझे लगा कि सीधा चला जाएगा। नहीं उतना तक नहीं जाएंगे ना। अभी मैंने
नहीं वहाँ मिसिंग मारा फिर उसके बाद मिसिंग ही नहीं है। वो फिर उसके 10 किलोमीटर तक चल जाता है। हाँ I will take that corner. कॉर्नर या प्लासियो? हसरतगंज पहले वहां तक पहुंच जाएगा या नहीं वो देखना है मुझे। गाड़ी एकदम से रुक गया था, फिर एकदम से झटका आ गया, गाड़ी स्टार्ट हो गया। അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഇവിടെ ചായ കുടിക്കാൻ നിർത്തിയതാ. നേരത്തെ മിസ്സിങ് അടിച്ച് അവിടെ നിന്ന് എങ്ങനെയൊക്കെ ഓടി എത്തി. ഇനി സ്റ്റാർട്ടാവുമെന്ന് ദൈവത്തിന് അറിയാം. ഒറ്റയടിക്ക് സ്റ്റാർട്ടായല്ലോ, കൊള്ളാമല്ലോ. പക്ഷെ അപ്പം പിന്നെ എന്തിനാ അപ്പം മിസ്സിങ് വന്നതെന്ന് എനിക്ക് മനസ്സിലായി. വണ്ടി അങ്ങ് അറച്ചങ്ങ് നിന്നത്. മിസ്സിങ് വന്നല്ലോ. ദൈവമേ ഉള്ള വെള്ളം പറഞ്ഞ ഇപ്പുറത്തോട്ട് വാ, കുലുക്കി ഇപ്പുറത്തോട്ടാക്കുന്നതാണ് കൊണ്ട്. ഈ ചരിവ് സൈഡിൽ ഇരിക്കുന്നതൊക്കെ ഒന്ന് ശരീരം സൈഡിലോട്ടാക്കിയ മിസ്സിങ് വരുന്നില്ല. നമ്മളിങ്ങനെ കിടത്തി വളയ്ക്കുമ്പോഴൊക്കെയാണ് ഈ വണ്ടിക്ക് മിസ്സിങ് വരുന്നത്. അതൊന്ന് ഓടി ആ ഫ്യൂൽ പമ്പിലോട്ട് കയറുമ്പോഴത്തേക്കാണ് മിസ്സിങ് അങ്ങ് പോകുന്നു. എന്തായാലും നോക്കാം. ഇതിപ്പം കറക്റ്റ് എൻ്റെ തലയ്ക്കൊരു ചരിവുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ എന്താണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. വണ്ടി വീണ്ടും മിസ്സിങ് അടിച്ചു. വണ്ടി നിന്നു. അയ്യോ നിക്കല്ലേ വണ്ടി നിക്കല്ലേ. അയ്യോ 22:10 പോയി കഴിഞ്ഞ്. അപ്പോൾ എന്തായാലും ഒന്ന് ഇങ്ങോട്ട് സൈഡിലോട്ട് സ്റ്റാർട്ടാവണേ. രണ്ട് കുലിക്കാൻ വേണ്ടി സ്റ്റാർട്ടായി. വീണ്ടും നിന്നു വണ്ടി. നിന്ന് हो गया. ഇന്നത്തെ ഉണ്ട് പെട്രോൾ ഏതോ സൈഡിലെ മൂലയ്ക്കൊക്കെ ഇരിക്കുമോ ഇത്. അതൊക്കെ അങ്ങോട്ട് കുലിക്ക് അങ്ങോട്ട് ഇടുമ്പോഴത്തേക്ക് അതൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ വട്ടം വണ്ടി നിൽക്കുന്നു. പക്ഷെ വണ്ടി 1-2 കുലിക്കൂലിക്കൂടി സെൽഫ് അടിക്കുമ്പോഴത്തേക്ക് വണ്ടി സ്റ്റാർട്ട് ആകുന്നുണ്ട്. ലൈക്ക് മൊത്തത്തിൽ തീരുന്നില്ല. നോക്കട്ടെ, മാക്സിമം ഒരുപാട് ഞാൻ സ്ട്രെസ് കൊടുക്കുന്നില്ല വണ്ടിക്ക്. ഒരു കുലുക്ക് ഒറ്റ സെൽഫിൽ വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട്. അതാണ് വണ്ടിയുടെ ഗുണം. എൻ്റെ ഫ്യൂൽ പമ്പ് പോകുമെന്ന് എനിക്കറിയാം, ഇങ്ങനെയൊക്കെ ചെയ്ത ഫ്യൂൽ പമ്പ് പോകുന്നു. പക്ഷേ ഇപ്പോൾ ഒരു നോർമൽ എനിക്കിവിടെ വലിയ പൈസയൊന്നുമില്ല സത്യം പറഞ്ഞാൽ. പെട്രോൾ അടിക്കുള്ള പൈസയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സമയം നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെ ഓടുന്നത്. ഇവിടുത്തെ ഉള്ള വണ്ടി എല്ലാം ഇങ്ങനെയൊക്കെ ഓടുന്നത്. അപ്പം നമ്മൾ നോർമൽ ഞാനൊരു സാധാരണക്കാരനെ പോലെ എങ്ങനെയാണ് ചെയ്യുന്നത് അതേ കണക്ക് ചെയ്ത് നോക്കുന്നു. നെക്സ്റ്റ് പെട്രോൾ പമ്പ് വരെ എത്തിക്കാൻ പറ്റുമോ അങ്ങനെ മാക്സിമം നോക്കും. വണ്ടി ഒട്ടും സ്റ്റാർട്ടാകുന്ന സമയത്താണ് നമ്മൾ പെട്രോൾ ഒഴിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം ഓടുന്നത്ര ഓടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങോട്ട് കുലുക്കി ഇങ്ങോട്ട് കുലുക്കി ഇത് ഓടുന്നുണ്ട്. പിന്നെ ഒരു 70 ml പെട്രോൾ നമ്മൾ ആദ്യമേ കൊണ്ട് കളഞ്ഞ് തറയിൽ. അപ്പോൾ അത് ഒരു നെഗറ്റീവ് പോയിൻ്റാണ്. അപ്പോൾ അല്ലെങ്കിൽ കുറച്ചും കൂടെ കയറിയേനെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിന് പോട്ടെ. അപ്പം ഗായ്സ് ഇത് ലാസ്റ്റ് ട്രൈ ആയിരുന്നു. ഇവിടെ വണ്ടി തീർന്നു. വീണ്ടും ലാസ്റ്റ് ട്രൈയിൽ വണ്ടി നിന്നിരിക്കുന്നു ഗായ്സ്. ഞാൻ വെച്ചാൽ പ്ലാസി വരെയെങ്കിലും എത്തുമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ് प्लास्टर तक चल जाएंगे क्या? तो साइड में है पेट्रोल, तो साइड वाइड में है. हाँ मगर प्लास्टर तक चल जाएंगे वो मैं देख रहा हूँ.
രണ്ട് കുലുക്കുലിക്കപ്പോഴത്തേക്ക് പെട്രോൾ സൈഡിൽ നിന്ന് വരുന്നു, വണ്ടി എടുക്കുന്നു, പോകുന്നു. ഇനി ഇത് കുറച്ച് ഓടും, ഇനി ഓടും. നമ്മൾ ഈ പ്ലാസി വരെ മാക്സിമം എത്തിക്കുന്നുള്ളൂ. ഒരുപാട് സ്ട്രെസ് ഞാൻ ഇനി ചെയ്യുന്നില്ല. പ്ലാസി വരെ എത്തുകൊണ്ട് അവിടെ വെച്ച് നമ്മളിത് വൈൻഡപ്പ് ചെയ്യും. ഇത് ഇനി കുലിക്കാൻ ഓടിക്കൊണ്ടിരിക്കും, കുറേ ഓടുമെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടെ പോയി പ്ലാസിയോൻ്റെ അവിടെ. ഇതാണ് പ്ലാസിയോ ഗൈസ്, പ്ലാസിയോ നമുക്ക് എത്തേണ്ട അടുത്തവരെ എത്തി. ഒന്നാഞ്ഞ് ശ്രമിച്ചാൽ വീടെത്തും. 1 ലിറ്റർ പെട്രോൾ നമ്മൾ കറങ്ങി അടിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇവിടുന്ന് ഇനിയിപ്പോൾ എന്താ ഇറങ്ങുകയാണ്. എൻ്റെ കയ്യിൽ वैसे जाना है क्या? ठीक है. എത്ര വരെ എത്തും ദൈവത്തിനറിയാം. അപ്പോൾ ഗൈസ് ഇതിൻ്റെ മാക്സിമം ഓടാൻ പറ്റുന്ന ഓടി. അപ്പം എത്ര ഞാൻ പറഞ്ഞുതരാം എൻ്റെ മാക്സിമം ഓടിയത്. 2024 മോഡൽ MT ഫോർത്ത് സർവീസ് കഴിഞ്ഞ 14,000 കിലോമീറ്റർ കഴിഞ്ഞ വണ്ടി നമുക്ക് മൊത്തം ഓടിയത്. ഇപ്പോൾ മീറ്ററിൽ ഞാൻ പറഞ്ഞുതരാം. 1 ലിറ്റർ പെട്രോൾ 1 ലിറ്റർ 70 ml പോയെന്ന് വെച്ചോ. പുറത്ത് പോവുകയാണെങ്കിൽ 51.5. അപ്പോൾ എൻ്റെ മൈലേജ് 1 ലിറ്റർ 51.5 ആണ് എൻ്റെ 1 ലിറ്ററിൻ്റെ മൈലേജ്. അപ്പം അതിൻ്റെയും കൂടെ ഒരു ഫോട്ടോ ഞാൻ എടുത്ത് വെക്കട്ടെ. 51.5 മൈലേജ് കിട്ടി. ക്വയറ്റ് ഓക്കെ ഫോർ MT. ഒരു 150cc നമ്മളത്തെ കൈ കൊടുത്തൊക്കെ ഓടിച്ചും ബമ്പർ ടു ബമ്പർ ട്രാഫിക്കുകൾ വന്നിട്ട് പോരും 51 നമുക്ക് മൈലേജ് വന്നെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഗുഡ്. നമുക്ക് ആ കളഞ്ഞു പോയ പെട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് 51 അല്ല ഒരു 60 എത്തിയാനായിരുന്നു എന്തായാലും ഉറപ്പാണ്. അപ്പം ഇനിയിപ്പോൾ ഞാൻ അടുത്ത പെട്രോൾ ഫില്ല് ചെയ്യട്ടെ. ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബാക്കി ഇനി വീട്ടിൽ പോകാം. ഓക്കെ. അപ്പോൾ ഗായ്സ് നിങ്ങൾ കണ്ടായിരുന്നല്ലോ വണ്ടിയുടെ മൈലേജ് ടെസ്റ്റ്. വണ്ടിക്ക് 51.5 ആണ് മൈലേജ് കിട്ടുന്നത് ഈ വണ്ടിക്ക്. ഞാൻ ഇത്രയും ബമ്പർ ടു ബമ്പർ ട്രാഫിക് പിന്നെ ഹൈവേയിലൊക്കെ ഓട്ടിച്ച് എല്ലാത്തിനും 51 മൈലേജ് നമുക്ക് തന്ന്. പിന്നെ ഞാൻ പറയുകയാണ് ഒരു നോർമൽ ഒരു ആൾക്ക് മീൻസ് ഒരു മിഡിൽ ക്ലാസ് ബോയ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. കൈ കൊടുത്ത് പോയാൽ ഒരു 136 വരെ സുഖമായിട്ട് പോയി വണ്ടി കയറും. പിന്നെ അതനുസരിച്ച് മൈലേജിനാണെങ്കിൽ മൈലേജിന് കുറവില്ല, മൈലേജ് ആവശ്യത്തിന് നല്ല മൈലേജ് വണ്ടി തരുന്നുണ്ട്. ലൈക്ക് ഒരു ഫൺ ടു ഡ്രൈവ് വണ്ടിയാണ്. ഇപ്പോൾ തന്നെ ഞാൻ ഒന്ന് കാണിച്ചിരുന്നത്. ഇവിടുന്ന് എങ്ങനെ കൈ കൊടുക്കുമെന്ന് ഇവിടുന്ന് കയറുമെന്ന് വെച്ചതാ. ഇത് കയറുന്നതാ ലൈക്ക് ഈ ഒരു റബ്ബിങ് ഇങ്ങനെ കിട്ടും വണ്ടിക്ക്. ഇത് കേൾക്കാൻ ഒരു സുഖമാണ്. ഇങ്ങനെ പോകുമ്പോൾ ഒരു കേൾക്കാൻ ഒരു സുഖമുള്ള വണ്ടി, സുഖമാണ് ഭയങ്കര ഇത്. അപ്പം ഇത് 55 ലൈക്ക് 51.5 എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ 70 ml പോയില്ലായിരുന്നേ അതിനും കൂടെ കൂടുതൽ ഓടിയാനായിരുന്നു വണ്ടി. എന്നാലും ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് മൈലേജ്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഭയങ്കര ഇതിൽ. അപ്പം ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പം നല്ലൊരു വീഡിയോ വീണ്ടും വരാം. അപ്പോഴത്തേക്ക് ബൈ ബൈ ഗൈസ്.